ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറ്റാർ വാഴ ഏകദേശം 2 മാസം കൊണ്ട് ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ, അതുപോലെ തന്നെ തൈകളൊക്കെ തിങ്ങി നിറഞ്ഞു വരാനായിട്ടുള്ള നല്ല ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഏകദേശം 2 മാസം മുന്നേ നട്ടിട്ടുള്ള ഒരു കറ്റാർ വാഴ ചെടീനെ അതിൻ്റെ ബാഗിൽ നിന്ന് ഒരു മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി തൈകളൊക്കെ തന്നെ മാറ്റി നടാനായിട്ടുള്ളതാണ്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു ചെടി നട്ടപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്സ് തന്നെയാണ്. ഇപ്പോൾ ഇതാർക്കും തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നട്ടു വെച്ചിട്ടുള്ളത് നമ്മുടെ ചെറിയൊരു വാഷിംഗ് പൗഡറിൻ്റെ ഏകദേശം 2 കിലോൻ്റെ ഒരു ബാഗിലാണ്. അപ്പം ഇത് അധികം സ്പേസ് ഇല്ലാത്ത കാരണം അതിൻ്റെ തൈകളൊന്നും വളർന്നു വരാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനെ മാറ്റി നടുന്നത് കേട്ടോ. അപ്പം ഈ ഒരു രീതി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇതിൽ വന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ഈ ഒരു നട്ട് വെച്ചിട്ടുള്ള ഈ ബാഗിൽ നിന്ന് ഞാൻ അതിനെ ഒന്ന് മാറ്റിയാണ്. അപ്പോൾ ആ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ അതുപോലെ ഇതുപോലെ ഏകദേശം കുറച്ച് മാത്രം മണ്ണ് മതി നമ്മളെ കറ്റാർ വാഴ ചെടി വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു പൊട്ടി മിക്സ് മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി, അതിലേറെ ആയിട്ട് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലുള്ള ഈ ഒരു തണ്ടൊക്കെ അഴുകി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ സ്പേസ് ഇല്ലാതെ തിങ്ങി കൂടി നിന്നത് കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ ഇതുപോലെ ഒരു ചെറിയ ബാഗിൽ വളർത്തിയതിന് ശേഷം നമ്മൾ വലിയൊരു പോട്ടിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണും കേട്ടോ. അതല്ലാതെ നമ്മൾ ചെറിയ ചെടീനെ നേരിട്ട് കൊണ്ടുപോയി വലിയ ചട്ടിയിൽ വെച്ച് പെട്ടെന്ന് നമുക്ക് വളർന്ന് പിടിച്ച് കിട്ടി വരില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നമ്മൾ നേരത്തെ ഇത് ഒഴിവാക്കിയ ഈ ഒരു കവറിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഇത് നട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പൊട്ടി മിക്സായിട്ട് നമ്മുടെ എഗ് ഷെല്ല്, അതുപോലെ തന്നെ എൻസാൻഡ്, പിന്നെ നമ്മൾ സാധാരണ മണ്ണ് കൂടിയാണ് ഞാനിവിടെ പൊട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് എടുക്കുക. കിച്ചൺ വേസ്റ്റ് 2-3 ദിവസം അഴുകിയതാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ എഗ് ഷെല്ല് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. അതല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കണം എന്നുള്ള യാതൊരു നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിന് വേരോട്ടം കിട്ടും നമ്മൾ കൈ വെച്ചിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇത് 3 കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതല്ല എത്രത്തോളം എഗ് ഷെല്ലുണ്ടോ അത്രയും നമുക്കതിന് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ മുമ്പ് ഞാൻ നട്ട ചെടിക്ക് കുറച്ച് എഗ് ഷെല്ലിൻ്റെ കുറവുണ്ടായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ഭാഗം നല്ല തൈകൾ വന്നേനെ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തുനിന്നും എത്രത്തോളം നിൽക്കുന്ന ആ ഭാഗത്താണ് നല്ല രീതിയിൽ തൈകൾ, എഗ് ഷെല്ലുള്ള ഭാഗത്താണ് നല്ല രീതിയിൽ തൈകൾ വരും കേട്ടോ. പിന്നെ ഞാൻ ഇനി അടുത്തതായിട്ട് നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഒരു ഫസ്റ്റ് ലെയർ ഈ ഒരു പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കിച്ചൺ കമ്പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ നമ്മളടുത്ത് ആട്ടിൻകാഷ്ടോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. അപ്പം ഞാൻ ഈ കിച്ചൺ വേസ്റ്റ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ആ മുട്ടത്തോടൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് കുത്തി അമർത്തിയതാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ കുറച്ച് കനത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഈ ഒരു പൊട്ടി മിക്സ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കനത്തിലിട്ട് കൊടുക്കാൻ നമ്മൾ കിച്ചൺ വേസ്റ്റ് അടിഭാഗത്തിട്ട് കാരണം അത് മുഴുവനായിട്ടും അഴുകിയിട്ടില്ല. അത് അഴുകുന്ന സമയത്ത് അതിനൊരു ചൂട് പുറപ്പെടും. അപ്പോൾ ആ ഒരു ചൂട് പെട്ടെന്ന് തന്നെ നമ്മളെ ചെടികൾക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരല്പം കനത്തിൽ ഈ ഒരു പൊട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ കറ്റാർ വാഴൻ്റെ അടിഭാഗത്തുള്ള ലീഫുകളൊക്കെ തന്നെ മാറ്റുക. പിന്നെ അതിനധികം നീളം വേരിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ മാത്രം അതിൻ്റെ വേര് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ചെടീനെ ഇതുപോലെ അങ്ങോട്ട് നട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അടിഭാഗത്തേക്ക് കുത്തി ഇറക്കി വെക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മണ്ണ് സൈഡ് ഭാഗത്തേക്കൊന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമുള്ള ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴ പന പോലെ തന്നെ വളർത്തിയെടുക്കാവുന്നതുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എല്ലാവരും തന്നെ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.